ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആരാധന വർഷത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച, സക്കറിയ പുരോഹിതനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ച. കഴിഞ്ഞ 2 ഞായറാഴ്ചകളുടെ പ്രത്യേകതകൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ആദ്യത്തെ 2 ഞായറാഴ്ചകൾ എന്ന് പറയുന്നത് കൂദോസ് ഈത്തോ ഞായറാഴ്ചയും ഹൂദോസ് ഈത്തോ ഞായറാഴ്ചയും ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ 2 ഞായറാഴ്ചകളിലും ഇട്ടിട്ടുണ്ട്. ഇന്ന് മൂന്നാമത്തെ ഞായറാഴ്ചയാണ്. ഇന്ന് നാം വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ ഏവൻഗേലിയോൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം ലൂക്കോസ് ഏവൻഗേലിയോസ്യുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള ഭാഗമാണ്. യഹൂദ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സക്കറിയാവ് എന്നു പേരുള്ള പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹറോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബേത്ത് എന്ന പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറവില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എലിസബേത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു. ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്ക് വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ഗബ്രിയേൽ ദൂതൻ സക്കറിയ പുരോഹിതന്റെ അടുക്കൽ പ്രത്യക്ഷനായി അവനോട് അറിയിക്കുന്ന ദൂത് ആണ് നാം ഇന്ന് വായിച്ചു കേട്ട ഏവൻഗേലിയോൻ ഭാഗം. ചുളിവ് വീണ വൃദ്ധ ഭവനങ്ങളിൽ പ്രത്യാശയുടെ വർണ്ണഭേദങ്ങൾ വിടരുന്ന ചരിത്രം പറയുകയാണ് സക്കറിയാവിൻ്റെയും എലിശബായുടെയും കുടുംബം. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതിവൃത്തം. ഇവിടെ നാം 3 കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. കാലം തോൽപ്പിച്ചവരെ ദൈവം വിജയിപ്പിക്കും. എല്ലാറ്റിനും എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടണമെന്ന് ശഠിക്കരുത്. മഹത്വം മറക്കാതെ, സ്വന്തം മഹത്വം അതായത് മറക്കാതെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ആയിരിക്കണം മനുഷ്യൻ. കാലം തോൽപ്പിക്കുന്നവരെ ദൈവം ജയിപ്പിക്കും എന്ന് നമുക്ക് ഏവർക്കും അറിയാം. സക്കറിയാവും എലിശബായെയും നാം നോക്കുമ്പോൾ എത്രയോ ദശകങ്ങൾ നിരാശയിൽ കഴിഞ്ഞു കൂടിയവരാണ് അവർ. കാലം അവർക്ക് ജരാനരകളും മുഖച്ചുളിവുകളും സമ്മാനിച്ചു. എന്നാൽ ദൈവം വാർദ്ധക്യത്തിൽ അവർക്ക് പുത്രൻ ലഭിക്കത്തക്കവണ്ണം പുത്തൻ യുവത്വത്തെ പ്രദാനം ചെയ്യുന്നു. ഈ ദമ്പതികൾ ഉത്തമ ഭക്തരും ദൈവബന്ധത്തിൽ നിഷ്ണരുമാകുമ്പോൾ തന്നെ അതിന് വിരുദ്ധമായി അവരുടെ ജീവിതത്തിൽ നിത്യമായ നിരാശ തളം കെട്ടി നിൽക്കുന്നു. ഈ വൈരുദ്ധ്യത്തോട് എന്ത് കൊണ്ടിങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. നാം കണ്ടുമുട്ടുന്ന ഒരുപാട് ആളുകൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് അവരുടെ പരാജയത്തെക്കുറിച്ചും ചോദിച്ച് പോകാറുണ്ട്. എന്നാൽ അതിന് കൃത്യമായ ഉത്തരമില്ല. കാരണം എല്ലാറ്റിനും ഒരു സമയമുണ്ട്. നാം ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കില്ല ദൈവത്തിൻ്റെ പദ്ധതി. ആയതിനാൽ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കണം നമ്മെ തന്നെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടണമെന്നില്ല. അതിനായി ശഠിക്കരുത്. സാധ്യതകൾ അവസാനിച്ച യാമത്തിലാണ് സക്കറിയാവിൻ്റെയും എലിശബായുടെയും നിൽപ്പ്. പക്ഷേ കാലതാമസം ഒരു നിഷേധമല്ല. ഡിലേ ഈസ് നോട്ട് എ ഡിനയൽ. കാത്തുവച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതിനെ ആയിരിക്കും. യോഹന്നാൻ സ്നാപകനെ പോലെ ഒരു മകൻ ഏത് മാതാപിതാക്കളുടെയും പുണ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നിരന്തരമായ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ഒരു ഉത്തരമില്ലാതെ വരുന്നല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുന്നവർക്ക് ശുഭചിന്തയാണ് വാർദ്ധക്യത്തിലെ ഈ കുഞ്ഞ്. ദൈവത്തിൻ്റെ മക്കൾക്ക് നല്ലതൊക്കെ അവസാനമായിരിക്കും വിളമ്പിക്കൊടുക്കുക. കാനാവിലെ കല്യാണത്തിന് ഊട്ട് മേശയിൽ അവസാനം വിളമ്പുന്ന ആ വീഞ്ഞിനെ കുറിച്ച് നാം ഒന്ന് ഓർക്കുക. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വാതിൽ തള്ളി തുറന്ന് സഹാനത്തിലെത്തുന്ന മകൻ ഇസഹാക്കിനെ കുറിച്ച് ചിന്തിക്കുക. കഷ്ടതയിൽ പതറാതെ നിന്ന യോബിന് ദൈവം എല്ലാം തിരികെ കൊടുക്കുന്നതായി നാം കാണുന്നു. ഇങ്ങനെ അനേകം ഉദാഹരണങ്ങൾ കാണാം വേദപുസ്തകത്തിൽ. കാത്തിരുന്ന് പ്രാപിക്കുന്നതൊന്നും പാഴാകുകയില്ല എന്ന് എല്ലാ വ്രണിത ഹൃദയങ്ങളോടും സുവിശേഷം പറയുന്നു. വൈകിട്ടല്ല ദൈവം
ആയതെനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്ന് ഓരോ വിശ്വാസിയും വിചാരിക്കേണ്ടതുണ്ട്. സക്കറിയ പുരോഹിതൻ തൻ്റെ മഹത്വത്തെ മറന്നുകൊണ്ട് ഗബ്രിയേൽ ദൂതനെ പോലും സംശയിക്കുന്നു. മനുഷ്യ സഹജം ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. ജീവിതം എത്രയൊക്കെ നെഗറ്റീവ് അനുഭവങ്ങളുമായി നമ്മളോട് പോരാടിയാലും സ്വന്തം മഹത്വത്തെക്കുറിച്ചുള്ള അവബോധം കൊണ്ട് നമുക്ക് അതിനെ നേരിടാനാവും. കാരണം മനുഷ്യൻ്റെ സത്ത എന്ന് പറയുന്നത് സർവേശ്വരൻ്റെ ചൈതന്യമാണ്. ആ മഹാചൈതന്യം ഒരിക്കലും നമ്മെ തിരിച്ച് വിടുന്നില്ല. ആയതിനാൽ നാം നിരന്തരം ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിൽ കഴിയുന്നു എങ്കിൽ നമ്മുടെ എല്ലാ നല്ല ആവശ്യങ്ങളും അവൻ സാധിച്ചു തരും, സംശയമില്ല. ഇന്ന് നാം മനസ്സിലാക്കേണ്ടത് കാലം തോൽപ്പിച്ചവരെ ദൈവം ജയിപ്പിക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടണമെന്ന് ശഠിക്കരുത്. സ്വന്തം മഹത്വം മറക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ആയിരിക്കണം മനുഷ്യൻ. അതായത് സ്വന്തം മഹത്വം മറക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവൻ ആയിരിക്കണം മനുഷ്യൻ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും നമുക്ക് കിട്ടിയിട്ടുള്ളതായ കൃപാവരങ്ങൾക്ക് വേണ്ടി നന്ദി പറയുകയും അവൻ്റെ ആ നല്ല ദിവസത്തിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് ദാനം ചെയ്യുവാൻ പോകുന്നതായ ആ കൃപകൾക്ക് വേണ്ടിയിട്ട് നാം വളരെ പ്രത്യാശയോടുകൂടി നമ്മുടെ പിതാക്കന്മാരെ പോലെ കാത്തിരിക്കുന്നുവെങ്കിൽ അത് നമ്മൾക്ക് ഒരു ദിവസം അവൻ തരും, യാതൊരു സംശയമില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.